സാറേ നമസ്കാരം. നമസ്കാരം. ഓണാശംസകൾ. ഓണാശംസകൾ. ചിങ്ങമാസം പറന്നു. പുതിയ വീടുകൾ വയ്ക്കുന്ന തിരക്കിലാണ് പല ആളുകളും. സാമ്പത്തിക ബാധ്യതകളില്ലാതെ എങ്ങനെ ഒരു വീട് നിർമ്മിക്കാം? ഇപ്പം അതൊരു ചെറിയൊരു വിഷയമല്ല. കാരണം വെച്ചാൽ ഇത് വളരെ ഒരുപാട് കാര്യങ്ങൾ എലാബറേറ്റ് ചെയ്ത് പറയേണ്ട ഒരു വിഷയമാണ്. പ്രൊജക്ട് കൺസൾട്ടന്റ് എന്ന നിലയിൽ സാറിന്റെ വിശദീകരണം എന്താണ്? എൻ്റെ വിശദീകരണം എന്നല്ല ശരിക്കും പറയാം. അതായത് എൻ്റെ ഒപ്പീനിയനുകളും എൻ്റെ ഈ 20-25 വർഷത്തെ എൻ്റെ ക്യാരിയറിൻ്റെ ഉള്ളിൽ എനിക്ക് കിട്ടിയ കുറേ അറിവുകളാണ് ഞാൻ നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്നത്. ഇപ്പം നമ്മൾ ഉദാഹരണം പറഞ്ഞാൽ ഒരു വീട് പണിയാന്ന് പറഞ്ഞാൽ പലർക്കും ഒരു സ്വപ്നമായിരിക്കും. അതെ. ആ സ്വപ്നത്തിൻ്റെ യാഥാർത്ഥ്യത്തിലേക്കുള്ള യാത്രയാണ് ഒരു വീട് പണി എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ അതിന് ആദ്യ പടി എന്ന് പറഞ്ഞാൽ നമ്മളതിന് പറ്റിയൊരു സ്ഥലം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മൾ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വീട് പണിയാനായിട്ട് ഒരു സ്ഥലം കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ അതിന് തന്നെ കുറേ മാനദണ്ഡങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നല്ല രീതിയിൽ കുടിവെള്ളം കിട്ടണം. 2 വന്യജീവി ശല്യങ്ങളില്ലാത്തത്. പിന്നെ നമ്മൾ കൺസ്ട്രക്ഷൻ കോസ്റ്റ് കുറയണം. അതായത് നമ്മൾ പറഞ്ഞ വീട് പണിയാനുള്ള ചിലവ് കുറയ്ക്കുന്ന രീതിയിലുള്ള സ്ഥലമായിരിക്കണം. അതായത് നമ്മൾ ചില സ്ഥലത്ത് കണ്ടിട്ടില്ലേ, നമ്മൾ ചില സ്ഥലത്ത് വീട് പണിയുമ്പോൾ അടിത്തറയ്ക്ക് കോളം ഫുട്ടിങ് വേണം, ചിലവർ പൈൽ ഫൗണ്ടേഷൻ വേണം, ചിലവർ റാഫ്റ്റ് പൈലിംഗ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ